പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനാമികയുടെയും വേണുവിൻ്റെയും കാര്യങ്ങളൊക്കെ പരിങ്ങലിലായിരിക്കുകയാണ്. കടക്കാരെ കൊണ്ട് അവർ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കടക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാഷൊന്നും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ആകെ ദരിദ്രരായിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ അനാമികയ്ക്കും വേണുവിനും ഉള്ളത്. അങ്ങനെ അനാമിക വേണുവിനോട് പറയുന്നുണ്ട്, നല്ല രീതിയിൽ ആ അനന്തപുരി തറവാട്ടിൽ ജീവിച്ച് പോരാമായിരുന്നു. ഈ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ വാക്ക് കേട്ടിട്ടാണ് എനിക്കിപ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെയായത്. നല്ലതുപോലെ ജീവിച്ച് വരികയായിരുന്നല്ലോ, ഇപ്പോൾ അവിടെ പിടിച്ച് നിൽക്കാമായിരുന്നു. അനന്തപുരി തറവാട്ടിലെ മരുമകളായിട്ടെങ്കിലും എനിക്ക് ജീവിക്കാമായിരുന്നു. ഇവിടെ ഇപ്പോൾ അതല്ലല്ലോ. കടക്കാരുടെ ആട്ടും തുപ്പും കേട്ടിട്ട് എല്ലാം സഹിച്ച് പട്ടിണി കിടക്കേണ്ട അവസ്ഥയാണ്. അച്ഛനും അമ്മയ്ക്കും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ. എൻ്റെ ജീവിതം തകർത്തത് നിങ്ങളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വേണു പറയുന്നുണ്ട്, അത് ശരി, ഇപ്പോൾ എന്നെ കുറ്റം പറയുകയാണോ? നിനക്കും ഉണ്ടായിരുന്നല്ലോ അഹങ്കാരം. നിൻ്റെ അമ്മ ഓരോന്ന് പറയുന്നത് കേട്ടിട്ട് നീ തുള്ളി കളിക്കുകയായിരുന്നല്ലോ. നിനക്കും അഹങ്കാരം കുറച്ച് കൂടുതലായിരുന്നു, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ രാധിക അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഓ ഇനിയിപ്പോൾ അച്ഛനും മോളും തമ്മിൽ തർക്കിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇനി എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്ക്. ഇവള് അനിയെ കളഞ്ഞിട്ട് മറ്റൊരുത്തനെ പ്രണയിച്ച് നടക്കുകയായിരുന്നു. അവനേതായാലും മൂടും തപ്പിപ്പോയി. കാരണം ഇവളുടെ അടുത്തുള്ള പണമായിരുന്നു അവനും വേണ്ടിയിരുന്നത്. ഇവളുടെ ലക്ഷ്യം അനിയുടെ അടുത്തുള്ള പണമായിരുന്നല്ലോ. അതുപോലെ തന്നെയാണ് അവൾക്ക് മാച്ച് ആയിട്ടുള്ള ഒരുത്തനെയായിരുന്നു കിട്ടിയിരുന്നത് എന്നൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അനാമിക പറയുന്നുണ്ടോ, ഇനി അമ്മ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുത്തിയിട്ട് ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണോ? ഏതായാലും ഇങ്ങനെ തർക്കിച്ച് നിന്നിട്ട് കാര്യമില്ല. അനന്തപുരി തറവാട്ടിൽ ഇനി എങ്ങനെയെങ്കിലും കയറി പറ്റാൻ കഴിയുമോ എന്നുള്ളത് നോക്കണം. കാരണം ഡിവോഴ്സ് ആയിട്ടില്ലല്ലോ, കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അതിനെക്കൊണ്ട് കുറ്റസമ്മതം നടത്തിയിട്ട് അവിടെ പിടിച്ച് പറ്റുന്നതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട്. അങ്ങനെ അവരൊടുവിൽ മുത്തശ്ശനെ കണ്ടിട്ട് മുത്തശ്ശനോട് പറഞ്ഞിട്ടാണ് കാര്യമല്ലാതെ ഇനി അനിയോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് അവർ മുത്തശ്ശനെ കാണാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ അനാമികയും അച്ഛനും അമ്മയും അനന്തപുരി തറവാട്ടിലേക്ക് എത്തുകയാണ്. എന്നിട്ട് വരവും കണ്ടിട്ട് ജാനകി പറയുന്നുണ്ട്, ഓ എന്തിനാ വന്നത്? ഇനി പുതിയ പ്രശ്നമായിട്ട് വന്നതാണോ? ഇനി വല്ല പൈസയും നിങ്ങൾക്ക് കോമ്പൻസേഷനായിട്ട് വേണോ? അതും ചോദിച്ച് വന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മയായിരുന്നു എനിക്ക് ഏക സപ്പോർട്ട്. അമ്മയെ എല്ലാവരും കൂടെ പറഞ്ഞ് തിരുത്തിയതാണല്ലോ എന്നൊക്കെ പറയുമ്പം എന്നെ ആരും പറഞ്ഞ് തിരുത്തിയതല്ല. സത്യങ്ങൾ മനസ്സിലാക്കാനും സ്വഭാവങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. പക്ഷെ അത് കുറച്ച് വൈകിപ്പോയി. അതിലെനിക്ക് ഇപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, അമ്മ ഇപ്പോൾ എനിക്ക് എൻ്റെ ഭാഗത്തുള്ള തെറ്റുകളും ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് എല്ലാവരോടും മാപ്പ് പറഞ്ഞിട്ട് എനിക്ക് അനിയുടെ ഭാര്യയാവാൻ താല്പര്യമുണ്ട്, എന്നെ സ്വീകരിക്കണം എന്ന് പറയാനാണ് ഞാൻ വന്നത്. എനിക്ക് ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. അനിയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ജാനകി ചോദിക്കുന്നുണ്ട്, ഓ കാമുകൻ തേച്ചിട്ട് പോയിട്ടുണ്ടാവും, അതായിരിക്കും എൻ്റെ മോൻ്റെ പിന്നാലെ വീണ്ടും വരുന്നത്. നിനക്കൊക്കെ പണമല്ലേ വേണ്ടത്, അല്ലാതെ എൻ്റെ മോൻ്റെ സ്നേഹമൊന്നല്ലല്ലോ നിനക്ക് വേണ്ടത്. ഇപ്പോഴും നിൻ്റെ മനസ്സ് മാറിയെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അല്ല ആരിത്? ഞങ്ങളെ മീഡിയയ്ക്ക് മുന്നിൽ പ്രശസ്തരാക്കി തന്ന ആളുകളാണല്ലോ, എന്താ ഇങ്ങോട്ട്? ജാനകി അവരോട് ഇരിക്കാൻ പറ, വലിയ പുള്ളികളാണ് അവർ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മൂർത്തി സാറ് പറഞ്ഞതിൻ്റെ അർത്ഥങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഞങ്ങളെ കളിയാക്കിയതാണെന്നും മനസ്സിലായി. പക്ഷെ ഞങ്ങളിപ്പോൾ തർക്കിക്കാനൊന്നും വന്നതല്ല. എൻ്റെ മോൾക്ക് മുത്തശ്ശനെ കണ്ടിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കാര്യം പറഞ്ഞോളൂ, നേരെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോവാം, എനിക്ക് വേറെ ചില പരിപാടികളൊക്കെ ഉണ്ട്, അല്ലാതെ നിങ്ങളോട് സംസാരിച്ചിരിക്കാനുള്ള സമയമൊന്നും എനിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനാമിക കാലിൽ വീണ് മാപ്പ് ചോദിക്കുകയാണ്. എന്നിട്ട് ഞാൻ ചെയ്തത് ഒരുപാട് തെറ്റാണെന്നും നിങ്ങൾ ഒരുപാട് നാണം കെടുത്തി, അതിൽ എനിക്ക് കുറ്റബോധമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ്റെ അടുത്ത് മാപ്പ് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് അനന്തപുരി തറവാട്ടിലെ മരുമകളായിട്ട് വരണം, എന്നെ നിങ്ങൾ സ്വീകരിക്കണം എന്നൊക്കെ കരഞ്ഞുകൊണ്ട് അഭിനയിച്ച് കള്ളക്കരച്ചിൽ വരുത്തിയിട്ട് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതിനി എന്തിൻ്റെ അഭിനയമാണ്? പുതിയ ക്യാഷ് വല്ലതും അടിച്ചു മാറ്റാനുള്ള അഭിനയമാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇനി നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്താലും ആത്മാർത്ഥത കാണിച്ചാലും അഭിനയമായിട്ടൊക്കെ തോന്നും. പക്ഷേ ഞാൻ സത്യമായിട്ടും ഇത് അഭിനയിക്കുകയല്ല, ആത്മാർത്ഥമായിട്ട് കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിച്ച് അനിയുടെ ജീവിതത്തിലേക്ക് എനിക്ക് ഒന്നുകൂടെ വരണം, എന്നെ നിങ്ങൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കാനാണ് വന്നത് എന്നൊക്കെ പറയുകയാണ്. പക്ഷേ ആ സമയത്ത് മുത്തശ്ശൻ, എഴുന്നേൽക്ക്, ഇനി നിങ്ങൾക്ക് മാപ്പോ ഈ അനന്തപുരി തറവാട്ടിലോ ഒരു സ്ഥാനവുമില്ല, അതുകൊണ്ട് എൻ്റെ മുന്നിൽ നിന്ന് അഭിനയിക്കാതെ ഇറങ്ങി പോകാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആട്ടി ഇറക്കുകയാണ്.